മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. മാവേലിക്കര സ്വദേശി ബിലാൽ എന്ന ശ്രീകുമാറാണ് അറസ്റ്റിലായത്. വിഷ്ണു സുരേഷ് ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. വിഷ്ണു, ഈ പരാതിക്കാരുടെ രഹസ്യമൊഴി ഉൾപ്പെടെ മുൻപ് എടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോഴത്തെ നിർണായക അറസ്റ്റ്? മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിലാണ് ഇപ്പോൾ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിലായിരിക്കുന്നത്. മാവേലിക്കര സ്വദേശി ബിലാൽ എന്ന ശ്രീകുമാറാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ അറസ്റ്റാണ്. മുൻപ് പിടികൂടിയ പ്രതികളെ ഇന്ന് കോടതി റിമാൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ പരാതിക്കാരുടെ രഹസ്യമൊഴി മുൻപ് അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ രഹസ്യമൊഴിയുടെ കൂടി അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ മുഖ്യപ്രതി പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല ആളുകളിൽ നിന്നും ഭീഷണിയുണ്ട് എന്നതുൾപ്പെടെ പരാതിക്കാരി മുൻപ് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത്. മോഡലിംഗിന്റെ മറവിൽ യുവതികളെ വിദേശത്തേക്ക് കടത്തി സെക്സ് റാക്കറ്റുകൾക്ക് വിൽക്കുന്ന നിലയിലായിരുന്നു ഇവരുടെ പ്രവർത്തനം. അതിൽ ആ നിലയിൽ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള വാട്സ്ആപ്പ് സ്ക്രീൻഷോട്ടുകളടക്കം മുൻപ് പുറത്തുവരികയും ചെയ്തിരുന്നു. വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, ഏറ്റവും നിർണായകമായ അറസ്റ്റാണ് എന്ന് മനസ്സിലാക്കാം. എന്താണ് ഇയാൾക്ക് ഈ സിന്ധു ഉൾപ്പെടെയുള്ള പ്രതികളുമായുള്ള ബന്ധം? ഇതുവരെ പോലീസ് പറഞ്ഞിരുന്നത് ഈ കേസിലെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് സിന്ധു എന്നാണ്. പക്ഷേ ഇതിപ്പോൾ പുതിയൊരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ഈ കേസിൽ മുഖ്യ സൂത്രധാരൻ ഇപ്പോൾ പോലീസ് വിശേഷിപ്പിക്കുന്നത് ഈ പ്രത്യേക കേസിൽ മുഖ്യ സൂത്രധാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ബിലാൽ എന്ന ശ്രീകുമാറാണ്. മാവേലിക്കര സ്വദേശിയാണ്. ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തി തുടർന്ന് ചോദ്യം ചെയ്യൽ നടത്തി. ആ ചോദ്യം ചെയ്യലിലാണ് ഇയാൾക്ക് ഈ ശൃംഖലയുമായി അടുത്ത ബന്ധമുണ്ട് എന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൗത്ത് ACPയുടെ നേതൃത്വത്തിലാണ് ഇയാളെ ചോദ്യം ചെയ്തത്. അതായത് ഈ പരാതിക്കാരിയെ ഈ സിന്ധുവുമായി കണക്ട് ചെയ്തത് അത് ഈ ശ്രീകുമാറാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി ആളുകളെ സിന്ധുവുമായി, പ്രത്യേകിച്ച് യുവതികളെ സിന്ധുവുമായി കണക്ട് ചെയ്ത് കൊടുക്കുകയും അവരുടെ വീട്ടിലടക്കം പോയി സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്ത് വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് ഈ ശ്രീകുമാർ എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് ഇയാളുടെ അറസ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ കേസിൽ ഇതുവരെ 4 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ 5 പേരാണ് പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്നത്. ആ 5 പേരും സ്ത്രീകളായിരുന്നു. സ്ത്രീകളടങ്ങുന്ന ഒരു സംഘം എന്നാണ് ആദ്യഘട്ടത്തിൽ പോലീസ് പറഞ്ഞതെങ്കിലും ഇതിന്റെ അന്വേഷണം മറ്റു ഘട്ടത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ മറ്റു തലത്തിലേക്ക് പോകുമ്പോഴാണ് ഇപ്പോൾ ശ്രീകുമാർ എന്ന് പറയുന്ന ബിലാൽ എന്നാണ് അയാളുടെ ഇപ്പോഴത്തെ പേര്. ബിലാൽ എന്ന ശ്രീകുമാർ അയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾക്ക് ഈ പിടിയിലായി സിന്ധുവുമായി അടുത്ത ബന്ധമുണ്ട് എന്നാണ് പോലീസിന്റെ സ്ഥിരീകരണം. അതായത് പലതവണ ഈ പരാതി വരുന്ന ഘട്ടത്തിലും കേസ് രജിസ്റ്റർ ചെയ്ത ഘട്ടത്തിലുമൊക്കെ സിന്ധു കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ഈ ശ്രീകുമാറിനൊപ്പമായിരുന്നു സിന്ധു ഉണ്ടായിരുന്നത് എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് വൈറ്റില കേന്ദ്രീകരിച്ചൊരു ഫ്ളാറ്റിൽ ഇവർ ഒരുമിച്ച് താമസിച്ചിരുന്നു തുടങ്ങിയ വിവരങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിലാണ് ശ്രീകുമാറിനെ ട്രാക്ക് ചെയ്ത് കസ്റ്റഡിയിലെടുത്തത്. അയാളെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇയാൾക്ക് ഈ ശൃംഖലയുമായി വലിയ ബന്ധമുണ്ട് എന്ന് വ്യക്തമായത്. തുടർന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇയാളെ കേന്ദ്രീകരിച്ചായിരിക്കും അടുത്ത അന്വേഷണം നടക്കുക. ഇതൊരു വലിയ ശൃംഖലയാണ്. കേരളം മുതൽ ദുബായ് വരെ കേന്ദ്രീകരിച്ച് കിടക്കുന്ന ഒരു വലിയ ശൃംഖലയാണ്. അതിൽ കൂടുതൽ അറസ്റ്റുകൾ ഈ ശ്രീകുമാറിന്റെ ഒപ്പം നിൽക്കുന്ന മറ്റു ചില സ്ത്രീകളുണ്ട്. അവരുടെ അറസ്റ്റുകളുള്ള സാധ്യതയുണ്ട്. ഈ പരാതിക്കാരുടെ രഹസ്യമൊഴി ഈ കേസിൽ ഏറ്റവും നിർണായകമാണ്. ആ രഹസ്യമൊഴിയിൽ ഈ പരാതിക്കാരി നൽകിയിട്ടുള്ള രഹസ്യമൊഴിയിലടക്കം ശ്രീകുമാറിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. അതായത് അതാണ് ഏറ്റവും നിർണായകമായത്. ഇതുവരെ വന്ന വിവരങ്ങൾ പ്രകാരം വിഷ്ണു തന്നെ പറഞ്ഞതുപോലെ സ്ത്രീകൾ മാത്രം പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടൊരു കേസായിരുന്നു. അതിൽ ആദ്യഘട്ടത്തിൽ പ്രതിപട്ടികയിൽ ഇല്ലാതിരുന്ന ആൾ കൂടിയാണ് ഈ ശ്രീകുമാർ എന്നുള്ളതാണ്. അപ്പോൾ ഇയാളിലേക്ക് എങ്ങനെ എത്തി അന്വേഷണ സംഘം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഈ പരാതിക്കാരുടെ രഹസ്യമൊഴിയാണോ അതിന് ആധാരമായത്? അതാണ് പരാതിക്കാരുടെ രഹസ്യമൊഴി. അതായത് സിന്ധുവുമായി തനിക്ക് പരിചയപ്പെടുത്തിയ അല്ലെങ്കിൽ തന്നെ ബന്ധപ്പെടുത്തുന്ന ശ്രീകുമാറാണ്. വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ഈ മോഡലിംഗും ഫാഷൻ ഷോയുമായി ബന്ധപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റായി വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഷോയ്ക്ക് 50,000 രൂപ വെച്ച് നൽകാം, അങ്ങനെ നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറും എന്ന് ചൂണ്ടിക്കാണിച്ച് ഈ വീട്ടിലടക്കം വന്ന് കൺവിൻസ് ചെയ്ത ആൾ ശ്രീകുമാർ എന്നാണ് ഈ പെൺകുട്ടി പോലീസിൽ നൽകിയിട്ടുള്ള മൊഴി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. തുടർന്ന് സിന്ധുവിനെ കസ്റ്റഡിയിലെടുത്ത ഘട്ടത്തിലും സിന്ധുവിനെ പ്രാഥമികമായി ചോദ്യം ചെയ്തപ്പോഴും ശ്രീകുമാർ എന്ന പേര് സിന്ധുവിൽ നിന്നും വന്നിരുന്നു. അങ്ങനെ ഈ 2 സാഹചര്യങ്ങളാണ്
ശ്രീകുമാറിന്റെ അറസ്റ്റിലേക്ക് പോയത്. നിലവിൽ അതായത് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ കേസിലെ പ്രധാനപ്പെട്ട സൂത്രധാരൻ, അതായത് ഈ പെൺകുട്ടിയെ കൺവിൻസ് ചെയ്ത് സിന്ധുവിനെ പരിചയപ്പെടുത്തി വിദേശത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്ന ആൾ, അത് ശ്രീകുമാറാണ്. ഇനി ഇത്തരം ഈ സംഘം ഈ കേസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഘമല്ല. കൂടുതൽ പരാതികൾ വന്നാൽ കൂടുതൽ കേസുകൾ ഉണ്ടാകും. ആ കേസുകളിലൊക്കെ ഓരോരുത്തർ, അതായത് ഇത്തരം ശ്രീകുമാറിനെ പോലെ ജോലി ചെയ്യുന്ന വ്യത്യസ്തമായ ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഈ സ്ത്രീകളെയും അവരുടെ കുടുംബത്തെയൊക്കെ കൺവിൻസ് ചെയ്യുന്ന മറ്റു തരത്തിലുള്ള ആളുകളുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ ഈ കേസിന്റെ അടുത്ത തലത്തിലേക്ക് അന്വേഷണം പോകുമ്പോൾ അറസ്റ്റ് ഉണ്ടാകും എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ അതിനൊരു വെല്ലുവിളിയായി നിലനിൽക്കുന്നത് പുതിയ പരാതികൾ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. പല ആളുകളും പരാതി നൽകാൻ ഇപ്പോഴും വിമുഖത കാണിക്കുകയാണ്. പ്രത്യേകിച്ച് ദൃശ്യങ്ങളടക്കം പലരുടെയും പക്കൽ ഇവരുടെ ദൃശ്യങ്ങളടക്കം ഇവർ പകർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്ത് പരാതിയുമായി എത്തിക്കഴിഞ്ഞാൽ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ പരാതി നൽകിയ പെൺകുട്ടിക്ക് കോടതിയിൽ മൊഴി നൽകി ഇറങ്ങിയപ്പോൾ അലീന എന്ന് പറയുന്ന പ്രതി വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിന്റെ കോൾ റെക്കോർഡിംഗ് നമ്മൾ പുറത്തുവിട്ടതാണ്. അപ്പോൾ സമാനമായ സാഹചര്യം നിലനിൽക്കുന്ന ആശങ്ക ഈ പ്രതികൾക്കുണ്ട്. അതുകൊണ്ട് കൂടുതൽ പരാതികൾ വന്നാൽ മാത്രമാണ് കൂടുതൽ അറസ്റ്റുകൾക്കുള്ള ഒരു സാധ്യത. അടുത്ത കേസ്, അതായത് അടുത്ത ഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ അത്തരം സാധ്യതകളൊക്കെ വേണമെങ്കിൽ കൂടുതൽ പരാതികൾ വരും. അപ്പൊ അത്തരം പരാതികൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നത്. ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ പെർട്ടിക്കുലർ ആയി എടുത്തിരിക്കുന്ന ഈ കേസിൽ പ്രധാന സൂത്രധാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്നത് അത് ഈ ശ്രീകുമാറാണ്. ബിലാൽ എന്ന ശ്രീകുമാറാണ്. അയാളെ ഇന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നാളെ ആയിരിക്കും അയാളെ റിമാൻഡ് ചെയ്യുക. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഇപ്പോൾ ഇതുവരെ ഈ കേസിൽ പിടിയിലായിട്ടുള്ളത് 4 പേരാണ്. അതിൽ 3 പേരെ റിമാൻഡ് ചെയ്തു. സിന്ധുവിനെയും അലീനെയും മഞ്ജുമയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ശ്രീകുമാറിനെ നാളെ റിമാൻഡ് ചെയ്യും. ഈ മറ്റു 3 പിടിയിലായ പ്രതികൾക്കും ശ്രീകുമാറുമായി അടുത്ത ബന്ധമുണ്ട്. പ്രത്യേകിച്ച് സിന്ധുവിന് അടുത്ത ബന്ധമുണ്ട് എന്ന വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്, തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ശ്രീകുമാറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ACP ഓഫീസിൽ വിളിച്ചു വരുത്തി ACP ഓഫീസിലേക്ക് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുവന്ന് ചോദ്യം ചെയ്ത ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷം തിരികെ കൊണ്ടുവരും. നാളെ ആയിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ റാക്കറ്റിലെ നിലവിലെ കേസിലെ ഈ റാക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഈ ശ്രീകുമാർ. ഇനിയിപ്പോൾ ഗുണ്ടാബന്ധം കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. സ്വാഭാവികമായും ഒരു 2 അറസ്റ്റ് കൂടി സാധ്യത നിലനിൽക്കും. 2-3 അറസ്റ്റുകൾക്ക് കൂടി സാധ്യത ഈ കേസിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അസ്ത വിഷ്ണു, ഇപ്പോൾ കൂടുതൽ പരാതികൾ വന്നിട്ടില്ല എങ്കിൽ പോലും മനസ്സിലാക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എല്ലാ ആളുകളോടും ഒരേ നിലയിലുള്ള സമീപനമായിരുന്നു ഇവർ സ്വീകരിച്ചിരുന്നത് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. മുൻപ് സിന്ധു മറ്റാളുകളുമായി പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതും അങ്ങനെ പണം ചോദിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വാട്സപ്പ് സ്ക്രീൻഷോട്ടുകൾ നമ്മൾ തന്നെ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ സിന്ധുവിലേക്ക് പെൺകുട്ടികൾ എത്തുന്നതിന് മുൻപ് അവരെ സിന്ധുവുമായി കണക്ട് ചെയ്ത് അവരുടെ വീട്ടുകാരുമായി സംസാരിച്ച പുറത്തുപോയി ഷോകൾ നടത്തി പണമടക്കം സമ്പാദിക്കാം എന്ന നിലയിൽ ഒരു ആസൂത്രണം നടത്തിയ ആളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ശ്രീകുമാർ എന്ന് വേണം കരുതാൻ. അങ്ങനെയാണെങ്കിൽ പരാതികളില്ല എന്ന് പറയുമ്പോൾ പോലും മറ്റിടങ്ങളിലും ഇതേ നിലയിൽ ഇടപെടൽ നടത്തിയത് ശ്രീകുമാറാണ് എന്ന് വേണ്ടേ കരുതാൻ. അശ്വത, അങ്ങനെ തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. പക്ഷേ അത്തരത്തിൽ ഒരു പൂർണ്ണമായ ഒരു കൺക്ലൂഷനിലേക്ക് എത്തണമെങ്കിൽ സമാനമായ പരാതികളോ അല്ലെങ്കിൽ സമാനമായ വെളിപ്പെടുത്തലുകളോ വേണം. പക്ഷെ അങ്ങനെ ഒരു വെളിപ്പെടുത്തലോ പരാതിയോ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇനിയിപ്പോ ശ്രീകുമാറിനെ ചോദ്യം ചെയ്യുന്നത് വഴി മാത്രമാണ് അത്തരത്തിലൊരു പൂർണ്ണമായ അനുമാനത്തിലേക്ക് പോലീസിന് എത്താനാകുക. എന്തായാലും നിലവിൽ ഈ കേസിൽ ഈ പെൺകുട്ടിയുടെ കൃത്യമായ മൊഴി ഇയാൾക്കെതിരെ ഉണ്ട്. ഒപ്പം തന്നെ ഈ കേസിലെ പ്രധാന പ്രതി എന്ന വിശേഷിപ്പിക്കുന്ന സിന്ധുവിന് ശ്രീകുമാറുമായി അടുത്ത ബന്ധം ഉണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അപ്പോ ഈ കേസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എവിഡൻസ് ഒക്കെ പോലീസിന് ലഭിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കേസിൽ അറസ്റ്റ് ഉണ്ടായത്. മറ്റു പരാതിക്കാർ വരികയും ശ്രീകുമാറിന്റെ പേര് വീണ്ടും വെളിപ്പെടുത്തലായി വരികയും ചെയ്താൽ സ്വാഭാവികമായും ഇയാൾ ഇതിന്റെ ഒരു ശൃംഖലയുടെ ഒരു വലിയ കണ്ണിയാണ് എന്ന് വിശേഷണത്തിലേക്ക് പോകും. അതിന് ഇനിയിപ്പോ 2 സാധ്യതയാണുള്ളത്. അതിലൊന്ന് ശ്രീകുമാറിനെ ചോദ്യം ചെയ്യുന്ന വഴിയുള്ള മൊഴിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മറ്റൊന്ന് കൂടുതൽ വെളിപ്പെടുത്തലുകളോ പരാതികളോ ശ്രീകുമാറിനെതിരെ വന്നാൽ മാത്രമാണ് ആ സാധ്യതകൾ രണ്ടും നിലനിൽക്കുകയുള്ളൂ. എന്നാലും ഈ കേസിൽ ഇപ്പോൾ മുഖ്യ സൂത്രധാരൻ എന്ന് പോലീസ് വിശേഷിപ്പിക്കുന്ന, അങ്ങനെ തന്നെയാണ് ACP വിശേഷിപ്പിച്ചത്, മുഖ്യ സൂത്രധാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. അസിത, എന്തായാലും ഈ കേസിൽ ഇനി കൂടുതൽ അറസ്റ്റുകൾ, അതായത് അടുത്ത ഘട്ടത്തിലേക്കുള്ള അറസ്റ്റിലേക്ക്, പ്രത്യേകിച്ച് ഇതിന്റെ ഒരു ഭീഷണിയുമായി ബന്ധപ്പെട്ട ഒരു ഗുണ്ടാ ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റിലേക്കൊക്കെ ആയിരിക്കും വരും ദിവസങ്ങളിൽ ഇനി പോലീസ് കടക്കാൻ പോകുന്നത്. മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിലാണ് ഇപ്പോൾ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിലായിരിക്കുന്നത്. മാവേലിക്കര സ്വദേശി ബിലാൽ എന്ന ശ്രീകുമാറാണ് പെൺകുട്ടികളുമായി ബന്ധം സ്ഥാപിച്ച് അവരെ സിന്ധുവുമായി കണക്ട് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വിശദീകരിക്കുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.